വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അബൂബക്കർ പറയുന്നുണ്ട്, കാലമാണ് എന്നെ കുറേ തിരിച്ചറിവുകളൊക്കെ തന്നത്, മനുഷ്യനെ മാറ്റാനായിട്ടും അതുകൊണ്ട് ഞാൻ കുറേയൊക്കെ മാറി എന്ന് പറയുമ്പോൾ പഠിത്തത്തിന് മുടക്കം നിന്ന ആളല്ലേ എന്നൊക്കെ സുബൈദ ചോദിക്കുന്നുണ്ട്. അന്നേരം ഇനി ഞാൻ എന്തായാലും അതിനെ എതിർത്ത് നിൽക്കുന്നില്ല, 100 പഠിക്കട്ടെ, ആവുന്നത്ര പഠിക്കട്ടെ, അപ്പോൾ ഒരു 4-5 കൊല്ലം എടുക്കും പഠിപ്പ് കഴിഞ്ഞൊക്കെ തിരിച്ചു വരാനായിട്ട് എന്ന് പറഞ്ഞ് അബൂബക്കറിൻ്റെ ആ ഒരു മനസ്സിലുള്ള കാര്യം അവിടെ പിന്നെ പുറത്ത് വരികയാണ്. ആദ്യം നൂറും സുബൈദയൊക്കെ സന്തോഷം നിൽക്കുകയാണ്. പക്ഷേ പിന്നീട് അബൂബക്കർ പറയുന്നത് കേട്ട് ഇവരാകെ ഷോക്കാവുന്നുണ്ട്. അപ്പോൾ പിന്നെ 100 പഠിക്കാൻ പോയാൽ പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആരാണ് നോക്കുന്നത്? 40 ലോറി, അതിൻ്റെ ജോലിക്കാർ, അവർക്ക് ശമ്പളം കൊടുക്കണം, പിന്നെ സുബൈറിൻ്റെ വേറെ ബിസിനസ് സ്ഥാപനങ്ങൾ, ഇതൊക്കെ നോക്കാനായിട്ട് ആൾ വേണ്ടേ? അപ്പോൾ ഇതിലൊന്നും ശ്രദ്ധിക്കാനായിട്ട് 100-ന് കഴിയില്ല. പറയുമ്പോൾ ഒപ്പിടാനും അവിടുത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും. അതുകൊണ്ട് ഇതൊക്കെ ഞാൻ നോക്കി നടത്തിക്കോളാം, അപ്പോൾ ഇതുകൊണ്ട് ഇതിലേക്കൊരു സൈൻ ചെയ്യണമെന്ന് പറഞ്ഞ് ആ ഫയൽ അങ്ങോട്ട് എടുത്ത് നീട്ടുകയാണ്. ഇതൊരു പവർ ഓഫ് അറ്റോർണിയാണ്. ഒരു 20 വർഷത്തേക്ക് ഇതെല്ലാം ഞാൻ നോക്കി നടത്തുന്നു എന്നതിന് വേണ്ടിയിട്ടുള്ള ഒരിതാണ്. അതുകൊണ്ട് സൈൻ ചെയ്താൽ മാത്രം മതി എന്ന് പറയുമ്പോൾ അബൂബക്കറിൻ്റെ മനസ്സിലുള്ള ആ ഒരു ഇത് പിന്നെ 100-നും സുബൈദയ്ക്കും മനസ്സിലാവുകയാണ്. തുടർന്ന് ഒപ്പിടാൻ പറയുമ്പോൾ ഒപ്പിടില്ല എന്നുള്ള ഭാവത്തിൽ തന്നെ 100 നിൽക്കുന്നുണ്ട്. തുടർന്ന് വാടക വീടിൻ്റെ കാര്യത്തിനും ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് സത്യഭാമയും രാഘവൻ നായരെയൊക്കെ ഒഴിപ്പിച്ചിട്ട് അത് ഞാൻ അങ്ങോട്ട് കച്ചവടമാക്കാൻ പോവുകയാണ്, അതിനും കൂടിയാണ് ഇതിന് സൈൻ ചെയ്യേണ്ടത് എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ ആരെങ്കിലും ചോദിച്ചാൽ ഇതൊക്കെ ഞാൻ നടത്തുമ്പോൾ എന്തെങ്കിലും വരെ കാണിക്കണ്ടേ, അതിനും കൂടി വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് വളരെ കാര്യമായിട്ട് പിന്നെ സംസാരിക്കുകയാണ്. അന്നേരം 100 ഒപ്പിടില്ല എന്ന് പറയുകയാണ്. അന്നേരം മര്യാദയ്ക്ക് ഇതിൽ ഒപ്പിടടി എന്നും പറഞ്ഞ് അബൂബക്കറാണെങ്കിൽ ഭീഷണിപ്പെടുന്നുണ്ട്. അന്നേരം എന്നെ കൊന്നാലും ഒപ്പിടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ 100 പോകാൻ തുടങ്ങുമ്പോൾ ഒപ്പിടിയെന്നും പറഞ്ഞ് നിന്നെ കൊണ്ട് ഞാൻ ഒപ്പിടിപ്പിക്കുമെന്ന് പറഞ്ഞ് ബലമായിട്ട് 100-നെ കൊണ്ട് ഒപ്പിടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സുബൈദ പിടിച്ചു മാറ്റുന്നുണ്ട്. അന്നേരം നിന്നെ ഞാനെന്നും പറഞ്ഞിട്ട് തല്ലാനായിട്ട് കൈ ഓങ്ങുന്നുണ്ട്. അന്നേരം എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, അതിനുള്ള അധികാരമുണ്ട്, പക്ഷേ 100-നെ തൊടാനായിട്ട് കഴിയില്ല എന്ന് പറയുമ്പോൾ നിന്നെ ഇല്ലാതാക്കാനായിട്ട് ഈ കഴുത്തിലോട്ട് ഞെക്കിയാൽ മതി എന്നും പറഞ്ഞ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഞാൻ 1 മണിക്കൂർ സമയം തരും, ഞാനിവിടുന്ന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ നീ ഇവളെ കൊണ്ട് ഇതിൽ ഒപ്പിടിപ്പിച്ചിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളെ 2 പേരെയും ഞാൻ ഇല്ലാതാക്കും, ഓർമ്മയിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഫയലാണെങ്കിൽ സുബൈദയുടെ കയ്യിലേക്ക് ബലമായിട്ട് വച്ച് കൊടുത്തിട്ട് അബൂബക്കർ അവിടെ നിന്ന് വണ്ടി എടുത്ത് പോവുകയാണ്. അന്നേരം 100 സുബൈദ ഇങ്ങനെ പരസ്പരം നോക്കിയിട്ട് മാമയെന്നും പറഞ്ഞ് 100 ആണെങ്കിൽ സുബൈദയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ ആ ഒരു നിസ്സഹായ അവസ്ഥയിൽ 2 പേരും കൂടി നിൽക്കുകയാണ്. ഇതേ സമയം അവിടെ ശാലിനിയുടെയും വിഷ്ണുവിൻ്റെയും വീട്ടിൽ കുട്ടികളാണെങ്കിൽ കട്ടിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. വിഷ്ണു ആണെങ്കിൽ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുകയാണ്. അന്നേരം ശാലിനി അവിടെ ഇരുന്ന് ഫയലൊക്കെ നോക്കുകയാണ്. അന്നേരം ജനലിൽ കൂടെ കുറേ നേരം വിഷ്ണു നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഈ ഫയൽ നോക്കി ഇരിക്കാനായിരിക്കുമല്ലേ, ഞാനാണല്ലോ ഫയലെടുത്ത് കാറിക്കൊണ്ട് വെച്ചത്, നാളെ നോക്കി ഒറ്റ ഒരെണ്ണം ഞാൻ വീട്ടിൽ കൊണ്ടുവരില്ല എന്നൊക്കെ പറഞ്ഞ് ജനലിൽ കൂടെയൊക്കെ കുറേ നേരം നോക്കിയിട്ട് ശാലിനി അടുത്തേക്ക് പതിയെ പാട്ടൊക്കെ പാടി ചെല്ലുകയാണ്. തുടർന്നാണ് എന്താ ഇങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ അല്ല പിന്നെ അപ്പോൾ ശാലിനിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ TV ഓടുന്നുണ്ട്. അന്നേരം താമസം എന്തേ വരുവാനെന്നുള്ള പാട്ട് അതിൽ കാണിക്കുന്നുണ്ട്. അന്നേരം സിറ്റുവേഷന് പറ്റിയ പാട്ടെന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനാകെ ഒരു പരിഭവമൊക്കെ പോലെ. എന്നിട്ട് TV ആരും കാണുന്നില്ലേ, പിന്നെ എന്തിനാണ് ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞ് അതൊക്കെ ഓഫ് ചെയ്യുന്നുണ്ട്. ശാലിനിയെ വിളിക്കാനായിട്ടൊരു മടി, എന്നിട്ട് കിടക്കുന്നില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം ശാലിനി ഒട്ടും മൈൻഡ് ചെയ്യുന്നില്ല. അന്നേരം ചോറ് വാരി കൊടുപ്പിച്ചതിൻ്റെ കെറുവാണ് അവൾക്ക് എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു മനസ്സിൽ കരുതുന്നുണ്ട്. എന്നിട്ട് അല്ല എന്തേന്നിങ്ങനെ വീണ്ടും ശാലിനി ചോദിക്കുമ്പോൾ അല്ല കിടക്കുന്നില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇതൊക്കെ നോക്കി തീർന്നിട്ടേ കിടക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ഇത് അപ്പോൾ ഞാൻ കൂടി കുറച്ച് നേരം ഇവിടെ ഇരിക്കാമെന്നും പറഞ്ഞ് വിഷ്ണുവിടെ സെറ്റിയിലേക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ശാലിനി ആണെങ്കിൽ ആ ഫയൽ വെച്ചിട്ട് വീണ്ടും വേറെ ഫയൽ എടുക്കുന്നുണ്ട്. അപ്പോൾ വെളുക്കുന്നവരെ ഇത് നോക്കി ഇരിക്കാനാണല്ലേ, എങ്കിൽ പിന്നെ ഇവിടെ നിന്ന് തന്നെ എഴുന്നേറ്റ് കുളിച്ച് രാവിലെ ജോലിക്ക് പോവേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് പോയി എൻ്റെ കിടക്കുന്നില്ലേ, ഒറ്റയ്ക്ക് പോയി കിടന്നോ, പുലിയാണെന്നോ പുപ്പുലിയാണെന്നോ ഒക്കെ പറയുന്ന കേട്ടല്ലോ, ഞാനൊരു പാവം പൂച്ച എന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അല്ല മോള് കിടക്കുന്നില്ലേ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാൻ ഇതൊക്കെ നോക്കിയിട്ടേ കിടക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും അധികാരം ഉണ്ടോ നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു ആണെങ്കിൽ പതിയെ തറയിലേക്ക് ഇരിക്കുന്നുണ്ട്. ശാലിനിയുടെ കൈയൊക്കെ ഇങ്ങനെ പിടിക്കുകയാണ്. എന്നിട്ട് അത് ഞാൻ വെറുതെ പറഞ്ഞതല്ലേ, ഞാൻ വേണമെങ്കിലേ പൂച്ചയോ പട്ടിയോ എന്ത് വേണമെങ്കിലും ആവാം, നീ തന്നെയാണ് ഇവിടുത്തെ റാണി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം പോയി കിടന്നോ, ഞാനിത് നോക്കി തീർന്നിട്ടേ വരുന്നുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഞാൻ ഉറങ്ങിപ്പോവും, പിന്നെ ഞാൻ എണീക്കത്തില്ല എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ അതൊക്കെ ഞാൻ ഉണർത്തിക്കോളാം എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശാലിനി വരും എന്നുള്ള ഉദ്ദേശത്തിൽ. അന്നേരം ശാലിനി
ശാലിനി കളിയാക്കുന്നുണ്ടോ എന്തൊക്കെയായിരുന്നു വീട്ടിലെ രാജാവ്, പിന്നെ പുലി പുപ്പിലി എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഇപ്പോൾ ഈ ആവശ്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നിരിക്കുമല്ലേ, സോപ്പും പതപ്പിച്ച് വന്നിരിക്കുകയാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്ണു പറയുമ്പോൾ ശാലിനി പരാതി പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് സാരമില്ല എന്നൊക്കെ പറയുമ്പോൾ പോയി കിടന്നുറങ്ങിക്കോ ഞാൻ തീർത്തിട്ട് വരാമെന്ന് പറയുമ്പോൾ അപ്പോൾ വിളിക്കുമെന്ന് ചോദിക്കുകയാണ്. അന്നേരം വിളിക്കാം എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു ആണെങ്കിൽ പതി എഴുന്നേൽക്കുകയാണ്. അന്നേരം പോകുന്നതിന് മുന്നേ ഒരു കട്ടൻ കാപ്പി കൊണ്ടുവരണേന്ന് പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുകയാണ്. അന്നേരം നോക്കണ്ട, അവിടെ ഫ്ലാസ്കിൽ ഇരിപ്പുണ്ട്, ഒഴിച്ചുകൊണ്ട് വന്നാൽ അത് ഇനിയിപ്പോൾ പുലിക്ക് കട്ടൻ ചായ പൂച്ചയ്ക്ക് കൊണ്ടുവരുന്ന ഒരു വല്ല വിരോധം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് വിഷ്ണു പാട്ടൊക്കെ പാടി പോവുകയാണ്. അന്നേരം ശാലിനി ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് അടുക്കളയിൽ പോയിട്ട് ഫ്ലാസ്കിൽ നിന്ന് കട്ടൻ ചായ ഒഴിച്ചു കൊണ്ട് വരികയാണ്. ഒരു ഭർത്താവാകുന്ന എന്തൊക്കെ ഗതികേടാണ്, ഈ കട്ടനിൽ അവൾ വീഴണേ ഈശ്വര എന്നൊക്കെ പറഞ്ഞിട്ട് കട്ടൻ ചായ ഇട്ട് വന്നിട്ട് ശാലിനിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വിളിക്കണേ, ഉറങ്ങിപ്പോയാലും വിളിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചും പാട്ടൊക്കെ പാടി വിഷ്ണു പോവുകയാണ്. എന്നിട്ടും അവിടെ ചെന്നിട്ടും ജനലിൽ കൂടെ ശാലിനിയെ നോക്കുമ്പോൾ ശാലിനി തിരിഞ്ഞു നോക്കുകയാണ്. അന്നേരം എന്താ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഇവിടെ ഒരു കർട്ടൻ വേണമായിരുന്നു എന്നൊക്കെ വിഷ്ണു പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ്. എന്നിട്ട് റൂമിൽ ചെന്നിട്ടും വിഷ്ണു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട്. സമയമൊക്കെ നോക്കുകയാണ് 11:30 11:45 12 മണിയൊക്കെ ആവാറാകുമ്പോൾ വിഷ്ണു ഇങ്ങനെ പതിയെ സെറ്റിയിലേക്ക് ഇരുന്നിട്ട് അവിടെ ഇരുന്നങ്ങ് ഉറങ്ങി പോകുന്നുണ്ട്. പക്ഷേ ശാലിനിയാണെങ്കിൽ സമയം ശ്രദ്ധിച്ച് അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. അതിനുശേഷം 12 മണിയാകുമ്പോൾ ശാലിനിയാണെങ്കിൽ ഇങ്ങനെ കേക്കുമായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് വിഷ്ണു സെറ്റിയിൽ ഇരുന്ന് അങ്ങോട്ട് ഉറങ്ങുകയാണ്. അന്നേരം വിഷ്ണുവിനെ തട്ടി വിളിക്കാൻ പോകുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് ശാലിനിയാണെങ്കിൽ വിഷ്ണുവിൻ്റെ കവിളിലേക്ക് ഒരു മുത്തം കൊടുക്കുകയാണ്. അന്നേരം വിഷ്ണുവിലെ സ്വപ്നത്തിൽ നിന്നെന്നോ കണ്ട് ഞെട്ടി ഉണർന്ന പോലെ എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിക്കുമ്പോൾ മിണ്ടരുത് ഇങ്ങനെ ശാലിനി ആക്ഷൻ കാണിക്കുന്നുണ്ട്. അന്നേരം എന്താ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുമ്പോഴാണ് ശാലിനിയുടെ കയ്യിലെ കേക്ക് ശ്രദ്ധിക്കുന്നത്. അന്നേരം ശാലിനി ഇങ്ങനെ നിൽക്കുമ്പോൾ വിഷ്ണു എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ ഹസ്ബൻഡ് എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് ഇത് സ്വപ്നമാണോ എന്ന് ചോദിക്കും. സ്വപ്നമൊന്നുമല്ല, യാഥാർത്ഥ്യം തന്നെയാണ് എന്നിങ്ങനെ വിഷ്ണുവിനോട് ശാലിനി പറയുന്നുണ്ട്. അന്നേരം ആണെങ്കിലെങ്കിൽ കേക്ക് മുറിക്കാമെന്ന് പറയുമ്പോൾ ശാലിനി പറയുകയാണ് എങ്കിൽ ഞാൻ മക്കളെ കൂടെ വിളിക്കാമെന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ വേണ്ട, അവർ ഉറങ്ങിക്കോട്ടെ, ഇത് നമുക്ക് രണ്ടുപേർക്കും മാത്രമായിട്ടുള്ള ഒരു ആഘോഷം, നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് അവരൊക്കെ ആയിട്ട് നാളെ നമുക്ക് വേറെ കേക്ക് മുറിക്കാം എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനിയാണെങ്കിൽ കട്ട് ചെയ്യാനായിട്ട് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്യട്ടേന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ കട്ട് ചെയ്യാനായിട്ട് വരുമ്പോൾ ആദ്യം ഇത് ഊതിക്കെടുത്തണമെന്ന് പറയുന്നുണ്ട്. അന്ന് മെഴുകുതിരി ഊതിക്കെടുത്തിട്ട് കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് വിഷ്ണു ഇതെടുത്ത് ശാലിനിയുടെ വായിലേക്ക് വെച്ച് കൊടുക്കാൻ തുടങ്ങുമ്പോൾ ശാലിനി പറയുന്നുണ്ട് ആദ്യം പിറന്നാളുകാരൻ എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. തിരിച്ച് വിഷ്ണു വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ശാലിനി ആ കേക്ക് അങ്ങ് താഴെ ടേബിളിലേക്ക് വെച്ചങ്ങോട്ട് നിവരുമ്പോൾ തന്നെ വിഷ്ണു ആണെങ്കിൽ ശാലിനിയുടെ കവിളിലേക്ക് ഒരു മുത്തം കൊടുക്കുകയാണ്. താൻ ഞെട്ടിച്ചു കളഞ്ഞല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്നാണെങ്കിൽ ശാലിനിയും വിഷ്ണുവിൻ്റെ കവിളിലേക്ക് മുത്തം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ശാലിനിയെ ചേർത്ത് പിടിച്ച് വിഷ്ണു നിൽക്കുകയാണ്. അന്നേരം കുട്ടികൾ അപ്പുറത്ത് ഉറങ്ങുകയാണ്, ഉണർന്നിട്ടില്ല. ഇതേസമയം അവിടെ സത്യഭാമയാണെങ്കിൽ കട്ടിലൊക്കെ വിരിച്ചു വയ്ക്കുന്നുണ്ട്. എന്നിട്ട് സമയമായിട്ടും രാത്രിയായിട്ടും രാഘവൻ നായർ ഉറങ്ങാൻ വരാത്തതിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുകയാണ്. സമയത്ത് ഉറങ്ങില്ല, എഴുന്നേൽക്കില്ല, എല്ലാ പ്രശ്നവും കൂടി ഒരു ദിവസം കൊണ്ട് ആലോചിച്ച് തീരുമാനം ഉണ്ടാക്കാനാണോ എന്നൊക്കെ തനിയെ സംസാരിക്കുകയാണ്. അന്നേരം രാഘവൻ നായർ റൂമിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ പ്രശ്നങ്ങളൊന്നും ഒരിക്കലും തീരില്ല, അതൊക്കെ ഒറ്റ തീരുമാനവും പെട്ടെന്നൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ ഭാവം പറയുമ്പോൾ എൻ്റെ വിധി എന്തുവാ ഇത്, വീട് തിരികെ കിട്ടിയിട്ടും എനിക്ക് അവിടെ പോയി താമസിക്കാനായിട്ട് പറ്റുന്നോ ഇല്ലല്ലോ, ഇവിടെ തമ്പുരാനും എന്നെ വിളിക്കുമെന്തോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെയൊന്നും പറയരുതെന്നൊക്കെ ഭാമ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ സമയത്ത് നൂറിനെയും കൂട്ടിക്കൊണ്ട് സുബൈദയാണെങ്കിൽ ഇവരുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഗേറ്റ് കിടന്ന് വരികയാണ്. കയ്യിൽ ഒരു പെട്ടിയൊക്കെ ഉണ്ട്. നൂറിൻ്റെ ബാഗാണ് ഡ്രസ്സൊക്കെ അടങ്ങിയ ബാഗൊക്കെയാണ് കൊണ്ടുവരുന്നത്. എന്നിട്ട് വന്ന് തട്ടി വിളിക്കുകയാണ് സത്യാമ്മയെ സത്യാമ്മ എന്നിങ്ങനെ നൂറ് വിളിക്കുമ്പോൾ ആരായി രാത്രിയിൽ എന്നിങ്ങനെ ഭാമ ചോദിക്കുമ്പോൾ രാഘവനേര് പറയുന്നുണ്ട് പുറത്താണ്, നിന്നെ ആരും വിളിക്കുന്നതാണ്, ചെന്ന് നോക്കുമെന്ന് പറയുമ്പോൾ ഭാമയെന്ന് വാതിൽ തുറക്കുകയാണ്. അന്നേരം എന്താ നമ്മൾ രാത്രിയിൽ എന്നിങ്ങനെ നൂറിനെ കണ്ടിട്ട് ചോദിക്കുമ്പോൾ നൂറാണെങ്കിൽ സത്യാമ്മയെന്നും പറഞ്ഞ് ഭാമയെ കെട്ടിപ്പിടിച്ചങ്ങോട്ട് കരയുകയാണ്. രാഘവൻ നായർ അവിടെ ഇടനാഴിയിൽ അകത്ത് നിന്ന് കാണുന്നേ ഉള്ളൂ, പുറത്തേക്ക് ഇറങ്ങി വരുന്നില്ല. അന്നേരം എന്താണെന്ന് ചോദിക്കുമ്പോൾ സുബൈദ പറയുന്നുണ്ട് ഈ വീട് വിൽക്കാനും അതിന് സ്വത്തുക്കളൊക്കെ കൈമാറാനും ഒക്കെ ഇവളെ കൊണ്ട് ഒപ്പിടാൻ പറഞ്ഞിട്ട് ഇക്ക പോയിരിക്കുകയാണ്. പിന്നെ ഇത് നമ്മുടെ പാരമ്പര്യ സ്വത്താണ്, എൻ്റെ ഇക്കയുടെ സ്വത്താണ്, അതിൽ എൻ്റെ ഇക്കായ്ക്ക് യാതൊരു അവകാശവും ഇല്ല, അതായത് നസീറിൻ്റെ വാപ്പയ്ക്ക് യാതൊരു അവകാശവും ഇല്ല, അതുകൊണ്ട് ഇത് സംരക്ഷിച്ചേ മതിയാകും, അതുകൊണ്ട് നൂറിനെ ഞാൻ ഇവിടെ ഏൽപ്പിക്കുകയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. എൻ്റെ പിന്നെ ഇത്തത്ത മരിക്കാൻ നേരവും പറഞ്ഞത് പിന്നെ സത്യാമ്മ നൂറിനെ നോക്കിക്കോളൂ എന്നാണ്, വേറെ വഴിയില്ല എന്ന് പറയുമ്പോൾ ഇവിടെ നിർത്തുന്നതുകൊണ്ട് എനിക്ക് വിരോധമൊന്നുമില്ല, പക്ഷേ പിന്നെ നസീറിൻ്റെ വാപ്പ അബൂബക്കർ വന്നിട്ട് ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോയാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. നേരവും നൂറ് നിന്നും കരയുകയാണ്. സുബൈദയും കരച്ചിൽ തന്നെയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഇവിടേക്ക് അങ്ങനെ പെട്ടെന്ന് വരില്ല, ഇവിടെ കൊണ്ടുവന്ന് താമസിക്കുമെന്നുള്ള രൂഹം പോയില്ല,
വഴിയില്ലല്ലോ, അപ്പോൾ വേറൊരു വഴിയും ഇല്ലാഞ്ഞിട്ടാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഈ വീട് സംരക്ഷിക്കേണ്ടത് മോള് തന്നെയാണ്, അല്ലാതെ ഇതാർക്കും വിട്ടുകൊടുക്കാനായിട്ട് പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ സത്യഭാമ ആകെ ഇതിൽ ആവുന്നുണ്ട്. എന്നിട്ട് രാഘവൻ നായരെ നോക്കുകയാണ് അന്നേരം എന്ത് ചെയ്യണമെന്ന്. അന്നേരം രാഘവൻ നായർ അങ്ങനെ ഇവിടെ നിർത്തുക എന്നുള്ളത് ഇങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കുകയാണ്. തുടർന്ന് സത്യഭാമ പറയുന്നുണ്ട്, ഇവിടെ തൽക്കാലം ഇന്നിവിടെ നിൽക്കട്ടെ, നാളെ പിന്നെ ബാക്കി നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാമെന്ന് പറയുകയാണ്. തുടർന്ന് സുബൈദയാണെങ്കിൽ നൂറിനോട് പറയുന്നുണ്ട്, മോൾ ഇവിടെ നിൽക്കുക, വിഷമിക്കേണ്ട, മമ്മിയുടെ കാര്യം ഓർത്ത് വിഷമിക്കേണ്ട, ഇവിടത്തേക്ക് വരാതെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടാണ്, മോളെങ്കിലും രക്ഷപ്പെട്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് നൂറിനെ ചേർത്ത് പിടിച്ച് നെറ്റിയിലേക്ക് മുത്തമൊക്കെ കൊടുത്തിട്ട് രാഘവൻ നായരോടും ഭാമയോടും നന്ദിയുണ്ടെന്നൊക്കെ പറഞ്ഞ് തൊഴുത് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് സുബൈദ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങുകയാണ്. മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴും ഗേറ്റ് കടന്ന് പോകുമ്പോഴും സുബൈദ തിരിഞ്ഞ് നോക്കി സങ്കടപ്പെടുന്നുണ്ട്. നൂറ് സങ്കടപ്പെടുകയാണ്. തുടർന്ന് സത്യഭാമയെ വീണ്ടും നൂറാണെങ്കിൽ കെട്ടിപ്പിടിച്ചങ്ങോട്ട് കരയുകയാണ്, സത്യാമ്മയെന്നും പറഞ്ഞ്. ഇത് രാഘവൻ നായർ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഇത്രയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡിലാണ് രാവിലെ ആണെങ്കിൽ വിഷ്ണുവും കുട്ടികളും ശാലിനിയും ഒക്കെ ആയിട്ട് അമ്പലത്തിലൊക്കെ പോകും. ആ ഒരു സീനൊക്കെയാണ്. അപ്പോൾ ഭാമ ഇവിടെ ഇനി എന്ത് ബഹളം ഉണ്ടാക്കും എന്നുള്ളതാണ് ഒരു പിറന്നാൾ ദിനത്തിലും. പിന്നീട് അബൂബക്കറിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാം. അതൊക്കെ അടുത്ത എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.